ഹായ്, SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് പുരുഷന്മാരുടെ സൈക്കോളജി എന്താണെന്നുള്ളതാണ്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ സ്ത്രീകളുടെ സൈക്കോളജി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മുന്നേ ഞാൻ ഇത്തരത്തിലുള്ള അതായത് പുരുഷന്മാരുടെ സൈക്കോളജിയെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വേറെ കുറച്ച് സൈക്കോളജിക്കൽ ഫാക്ട്സ് ആണ് പറയാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് പുരുഷന്മാരുടെ സൈക്കോളജിക്കൽ ഫാക്ട് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ എക്സ്പ്രഷൻസ് കുറവാണ് എന്നുള്ളതാണ്. അതായത് അവരുടെ വൈകാരിക പ്രകടനം വളരെ കുറവാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ഇവരുടെ ആ ഒരു എക്സ്പ്രസ് ചെയ്യുന്ന രീതി വളരെയധികം കുറവായിരിക്കും എന്നുള്ളതാണ്. അതായത് ഇവർക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അധികം കരയാനൊന്നും കഴിയില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു മരണ വീട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാർ അധികം ഒന്നും അകത്ത് കയറി നിൽക്കില്ല എന്നുള്ളതാണ്. എപ്പോഴും ലേഡീസ് ആയിരിക്കും ഉള്ളിലുണ്ടായിരിക്കുക, പുരുഷന്മാർ പുറത്തായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ വിഷമമൊന്നും ഉള്ളിൽ കൊണ്ട് നടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ സ്ത്രീകളെന്ന് പറയുമ്പോൾ കുറേയൊക്കെ അവർക്കുള്ളിൽ ഇങ്ങനെ ഒതുക്കാനോ അല്ലെങ്കിൽ അത് കുറേ അധികം അങ്ങോട്ട് മനസ്സിൽ കൊണ്ട് നടക്കാനൊക്കെ കഴിയുന്ന ആളുകളാണ്. അതേപോലെ സ്ത്രീകൾ കരഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിഷമം പോകും എന്നുള്ളതാണ്. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ച് അവരധികവും കരയാറില്ല. അതായത് എത്ര സങ്കടം വന്നു കഴിഞ്ഞാലും കരയാൻ ശ്രമിക്കാറില്ല. ഉള്ളിൽ ഇങ്ങനെ ഒതുക്കാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്യാണ് മാക്സിമം അവർ പറ്റുന്നത്രയും ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, അവർക്ക് എത്രത്തോളം ഇമോഷൻസ് ഉണ്ടെങ്കിലും, അതായത് വിഷമമായാലും ഇനിയിപ്പോൾ വലിയ സന്തോഷമാണെന്നുണ്ടെങ്കിലും അതൊന്നും ഒരുപാട് അവർ പുറത്ത് കാണിക്കില്ല എന്നുള്ളതാണ്. ദെൻ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രെസ് റെസ്പോൺസ് ആണ്. അതായത് ഇവർക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത്, ഇപ്പോൾ ടെൻഷനോ ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് ഇവർ റെസ്പോണ്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് മേ ബി അതൊരു ഫൈറ്റ് ഒക്കെ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഇവർക്ക് അഡ്രിനാലിൻ ഒരുപാട് ഉൽപ്പാദിപ്പിക്കാറുണ്ട് എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ദേഷ്യമൊക്കെ വരുമ്പോൾ അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, കൂടുതലും പുരുഷന്മാർ തമ്മിൽ വഴക്കുണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു തല്ലുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇത് ഒട്ടുമിക്ക സ്ഥലത്ത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും രണ്ട് പുരുഷന്മാർ തമ്മിൽ വഴക്കാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊരു അടിയായിട്ട് മാറാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രതിരോധിക്കാനുള്ള ശേഷി വളരെ കൂടുതലാണ്. പെട്ടെന്ന് ദേഷ്യം വരും, ആ ദേഷ്യം അവരെങ്ങനെ തീർക്കുന്നുള്ളത് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം കൺട്രോൾ ചെയ്ത് നിർത്താറുണ്ട്. ഇപ്പോൾ ദേഷ്യം വന്നാൽ തന്നെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് തീർക്കാറാണ് പതിവുള്ളത്. ഈ അടിയിലേക്കൊന്നും അധികം അങ്ങനെ പോകാറില്ല, റെയർ ആയിട്ട് മാത്രമേ കാണാറുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ പുരുഷന്മാർ അങ്ങനെയല്ല, അവർ ഇത്തരത്തിൽ സ്ട്രെസ് ടൈമിൽ റെസ്പോണ്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കാം. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് റിസ്ക് എടുക്കാനായിട്ട് ഇവർക്ക് അധികം വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് കുറേയൊക്കെ അപകട സാധ്യതകളുള്ള കാര്യങ്ങളായിരിക്കും ഇവർ ചെയ്യുന്നുണ്ടാവുക. അഡ്വഞ്ചർ ലൈഫായിരിക്കും ഇവർക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളതാണ്. പക്ഷേ ലേഡീസ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സേഫ് സോണിൻ്റെ അപ്പുറത്തേക്ക് പോകാനായിട്ട് ഭയങ്കര പേടിയായിരിക്കും, അങ്ങനെ പോകാൻ ശ്രമിക്കാറില്ല. എന്നാൽ പുരുഷന്മാർ അങ്ങനെയല്ല, ഒരു അഡ്വഞ്ചർ ലൈഫായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അധികം ആരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യാൻ വേണ്ടി ഇവർക്ക് ഇഷ്ടമുണ്ടാവുക. അവർ ചെയ്യാൻ താല്പര്യപ്പെടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, റിസ്ക് എടുക്കാനായിട്ട് പ്രത്യേകിച്ച് മടിയൊന്നും പുരുഷന്മാർക്ക് ഉണ്ടാവില്ല. അത്തരത്തിലുള്ള ജീവിതമാണ് ഇവർക്ക് കൂടുതലും ഇഷ്ടം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതൊന്നും എല്ലാവരുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണെന്ന് പറയുന്നില്ല കേട്ടോ. ചില ആളുകളൊക്കെ വ്യത്യസ്തരായിട്ടുണ്ടായിരിക്കാം. ചിലർക്ക് റിസ്ക് എടുക്കുന്നത് അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ല. ഒരു റിസ്ക്കും ഇല്ലാണ്ട് സുഖമായിട്ട് മുന്നോട്ട് പോകണം, സ്മൂത്ത് ആയിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന പുരുഷന്മാരുണ്ട്. പക്ഷേ കൂടുതലും പുരുഷന്മാർ ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് റിസ്ക് എടുക്കാൻ പ്രത്യേകിച്ച് മടി കാണിക്കാത്ത ആളുകളായിരിക്കും. ഈ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആത്മാഭിമാനത്തിന് ഇവർ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവർക്ക് ആത്മാഭിമാനം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമായിരിക്കും. അത് എന്തായാലും വേണം. അതായത് ആത്മാഭിമാനമുള്ള ഒരാളാണ് താൻ എന്ന് പറയാനായിരിക്കും അവർ ഇഷ്ടപ്പെടുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഈ ഒരു ആത്മാഭിമാനം ഇവരെങ്ങനെ കണക്കാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ജോലി, പദവി, നേട്ടങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെയാണ് തനിക്ക് അഭിമാനം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് പുരുഷന്മാർ. നല്ലൊരു ജോലിയാണെന്നുണ്ടെങ്കിൽ അതൊരു അഭിമാനമായിട്ട് കാണുന്ന ആളുകളുണ്ട്. നേട്ടമാണെങ്കിൽ അതും ഒരു അഭിമാനമാണ്. മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരെ അഭിനന്ദിക്കുന്നതും അവർക്ക് വളരെ ഇഷ്ടമാണെന്നുള്ളതാണ്. അതായത് പുരുഷന്മാർ അവരുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കുന്ന ആളുകളാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്, സ്ത്രീകളും അങ്ങനെയാണ്. പക്ഷെ പുരുഷന്മാർക്ക് അത് കുറച്ച് കൂടുതലാണെന്നുള്ളതാണ്. അതായത് തനിക്ക് ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് അവരൊരു അഭിമാനമായിട്ട് കാണുന്ന ആളുകളാണ്. സോ മറ്റുള്ളവർ ഇതിന്റെ പേരിൽ അവരെ അഭിനന്ദിക്കുന്നതും വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓർമ്മയും പഠനവും എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഇവർക്ക് ഓർമ്മശക്തി വളരെയധികം കൂടുതലാണെന്നുള്ളതാണ്. ഈ പഠനം എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക മനസ്സിലാവും. ഇപ്പോൾ പഠിക്കുന്ന ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലേഡീസ്, പെൺകുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയും പകലൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും. എന്നിട്ടായിരിക്കും അവർ എക്സാമിന് എഴുതുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അതിൽ ഒരു അത്യാവശ്യം മാർക്ക് വാങ്ങുന്നുണ്ടാവുക എന്നുള്ളത്. പക്ഷെ ഈ പയ്യന്മാരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൺകുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകലൊന്നും അവർ പഠിക്കുന്ന നമുക്ക് കാണാൻ പറ്റില്ല. രാത്രി ചിലപ്പോൾ കുറച്ച് സമയം, അതും പരീക്ഷയുടെ തലേ ദിവസമൊക്കെ രാത്രി ഇരുന്ന് പഠിക്കാനുണ്ടാവുള്ളൂ. പക്ഷെ എക്സാമിൽ ഇത്രയും അധികം കുത്തിയിരുന്ന് പഠിച്ചിട്ടുള്ള പെൺകുട്ടികളുടെ അതേ മാർക്ക് തന്നെ ഈ പയ്യന്മാരും വാങ്ങുന്നത് കാണാറുണ്ട്. ഞാനൊക്കെ പഠിച്ച ടൈമിൽ അങ്ങനെയായിരുന്നു. ഇവരൊക്കെ ഇങ്ങനെ നല്ല മാർക്ക് വാങ്ങുമ്പോൾ നമ്മൾ കാണുന്ന സമയത്തൊക്കെ ഇവർ കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടാവും. പക്ഷേ റിസൾട്ട് വരുന്ന സമയത്ത് നല്ല മാർക്ക് ഉണ്ടാവും.
അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഏട്ടൻ്റെ കാര്യമൊക്കെ അങ്ങനെയാണ്. അതായത് എൻ്റെ ഏട്ടനൊന്നും അധികം പഠിക്കുന്നത് ഞാൻ കാണാറില്ല, പക്ഷേ എൻ്റെ ഏട്ടന് നല്ല മാർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവൻ എങ്ങനെയാണ് ഇത്ര മാർക്ക് കിട്ടുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അത് ഒട്ടുമിക്ക ആൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. അതായത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഓർമ്മശക്തി വളരെ കൂടുതലാണെന്നുള്ളതാണ്. ജസ്റ്റ് ക്ലാസ്സിലിരുന്നിട്ട് ആ ടീച്ചർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഒന്ന് അറ്റൻഡ് ചെയ്താൽ തന്നെ അവരുടെ മൈൻഡിൽ ബ്രെയിനിൽ അതിൻ്റെ പകുതിയും കയറിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അവർക്ക് അധികം അങ്ങോട്ട് പഠിക്കേണ്ട ആവശ്യം വരാറില്ല. ഇത് എൻ്റെ ഒരു അറിവാണ് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ സയൻസും ബയോളജിയും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ ഒരു അറിവിൽ ഇങ്ങനെയാണ്, സൈക്കോളജി പരമായിട്ട് ഇങ്ങനെയാണ്. കൂടുതൽ ഓർമ്മശക്തി ഉള്ളത് പയ്യന്മാർക്ക്, പുരുഷന്മാർക്കാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പഠനത്തിലും അവർ മികവ് പുലർത്താറുണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, സ്ത്രീകളെക്കാൾ കൂടുതലായിട്ട് ഓർമ്മശക്തി കൂടുതലുള്ളത് പുരുഷന്മാർക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുരുഷന്മാരുടെ സൈക്കോളജിയിൽ പറയാനുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊന്നും എല്ലാവരിലും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എല്ലാവരുടെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ യാതൊരു ഉറപ്പും തരുന്നില്ല. എങ്കിലും എല്ലാവരിലും ഈ പറയുന്ന ചില സ്വഭാവങ്ങൾ കാണാനായിട്ട് കഴിയുന്നുള്ളതാണ്. ഒട്ടുമിക്ക ആളുകളിലും ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും, ചിലരെങ്കിലും അതിൽ വ്യത്യസ്തരായിട്ടും ഉണ്ടായിരിക്കുക എന്നുള്ളത്. കാരണം ഈ ബേസ് ഒക്കെ എല്ലാവരിലും ഒരുപോലെ ആയിരിക്കും, പക്ഷേ എല്ലാം ഒരേപോലെ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ യാതൊരു ഉറപ്പും തരാൻ പറ്റില്ല. അതുകൊണ്ട് വ്യത്യസ്തരായിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കാം. എങ്കിലും പൊതുവെയുള്ള പുരുഷന്മാരുടെ സൈക്കോളജിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്